ഇന്ന് നമ്മൾ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച ഏകദേശം 50ഓളം സിനിമകളിൽ അഭിനയിച്ച ഒരു തൂക്കുപാലത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റം ചർച്ചിനും അതുപോലെ അശോക കാലയ്ക്കും ഇടയ്ക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂലമറ്റത്ത് തന്നെ കുറേ കസിൻസ് താമസിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കസിനാണ് ഇതിൻ്റെ കുറച്ച് അധികം കാര്യങ്ങൾ, ഈ മനോഹാരിതയ്ക്കപ്പുറം ചില കാര്യങ്ങളും കൂടെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. ഇത് നമുക്ക് ഈ തൂക്കുപാലം ഇവിടെ കാണാം. ചില ഇൻ്റർനെറ്റ് ചിത്രങ്ങളിലൊക്കെ ഈ തൂക്കുപാലം വേറൊരു പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ശങ്കിച്ചു, ഇത് തന്നെയാണോ? അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് മെയിൻ പാലം, പിന്നെ വേറൊരു അറക്കുളത്ത് ഒരു ചെറിയ പാലമുണ്ട്, ഇതാണ് സിനിമകളിൽ അഭിനയിച്ച പാലം. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ ഒരു ചെറിയ കാഴ്ച കൂടി ഇവിടെയുണ്ട്. 3 സ്ഥലത്തുനിന്ന് വെള്ളം വന്ന് വീഴുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ അതായത് നടുക്ക് കാണുന്ന ഒരു ചെറിയ വെള്ളം ചാടുന്നത് അത് നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വരുന്നതാണ്. ഇനി അതിനപ്പുറത്തും ഒരു ചെറിയ വെള്ളത്തിൻ്റെ വരവുണ്ട്. ഇത് നമ്മൾ ഉളുപ്പുണി വാഗമൺ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. ഇപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വലിയ ആഴമൊന്നുമില്ല. എന്നാലും ചില ഭാഗങ്ങളിൽ ആഴമുണ്ട്. ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട്. നല്ല ഐസ് കോൾഡ് വാട്ടർ എന്നാണ് പറഞ്ഞത്. ഞാനും തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ആളുകൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങണം എന്ന് തോന്നും. പിന്നെ വെള്ളത്തിലിറങ്ങി ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുളിക്കണം എന്ന് തോന്നും. അപ്പോൾ അതാണ് ത്രിവേണി സംഗമം 3 വെള്ളവും വരുന്ന വഴി. അപ്പോൾ ഇതിലൂടെ ഇറങ്ങി നമുക്ക് കുളിക്കാം, സൗകര്യമുണ്ട്. വലിയ ആഴത്തിലോട്ടൊന്നും പോകാതിരുന്നാൽ മതി. പിന്നെ ഇതിൽ പതിയിരിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കാണുന്ന മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കൂടുതലാകും. കാരണം എന്നാന്ന് വെച്ചാൽ വൈകുന്നേരം ഇത് വൈദ്യുതി ഉൽപ്പാദനം വളരെ കൂടുന്ന സമയമാണ്. ആ സമയത്ത് ആ നടുക്കുള്ള ഭാഗത്തോടു കൂടി കൂടുതൽ വെള്ളം, വളരെയധികം അപ്രതീക്ഷിതമായിട്ട് വെള്ളം ഇങ്ങോട്ട് ഇരച്ചു വരികയും നീന്തൽ അത്ര വശമില്ലാത്ത ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ടെങ്കിൽ അവർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ യാതൊരു അപായ സൂചന നൽകുന്ന ബോർഡുകളോ വിവരങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ലെന്നുള്ളത് വളരെ സങ്കടകരമാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് 2 പേര് ഇവിടെ കുളിച്ചുകൊണ്ടിരുന്നവർ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുകയും ചെയ്തു. അന്ന് കുറച്ചും കൂടി വെള്ളം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല, ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ മലവെള്ളം വരുന്നതാണോ എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പെടുകയും ചെയ്യും. കൂടാതെ നമ്മൾ കാണുന്നതിലും കുറേ കൂടി ആഴം ചില ഭാഗങ്ങളിലുണ്ട്, പ്രതീക്ഷിക്കാത്ത ആഴം ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. തനിച്ചൊന്നും ഇവിടെ വരാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. വെള്ളത്തിന് നല്ല ഐസ് കോൾഡ് തണുപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചെസ്റ്റിനൊരു കൺട്രാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മദ്യമൊക്കെ കഴിച്ചവരാണെങ്കിൽ പെട്ടെന്ന് അതിൽ പെട്ടുപോവുകയും ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ രീതിയിലോട്ട് മാറുകയും അതിന് രക്ഷപ്പെടാൻ സാധിക്കാതെ അപകടത്തിലോട്ട് നീങ്ങുകയും ചെയ്യും. വലിയ ഒഴുക്കൊന്നുമില്ലാത്ത കൊടയത്തൂർ പുഴയിൽ നമ്മുടെ സിനിമാ രംഗത്ത് പ്രവർത്തിച്ച ഒരു പ്രമുഖനായ വ്യക്തി മരണമടഞ്ഞ വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് സംഭവിച്ചത് ഇങ്ങനെയൊരു അവസ്ഥയായിരിക്കും എന്നാണ് നിഗമനം. അപ്പോൾ സുന്ദര കാഴ്ചകൾക്ക് പിന്നിൽ ചെറിയ അപകടങ്ങളുണ്ട്. ധാരാളം ആളുകൾ കേട്ടറിഞ്ഞ് ഇവിടേക്ക് വരുന്നുണ്ട്. തീർച്ചയായും അധികൃതർ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് എങ്കിലും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൂടുതൽ അപകടങ്ങൾ നമുക്ക് തടയാം. ഈ പാലം കൂവപ്പള്ളിയുമായിട്ട് മൂലമറ്റത്തെ ബന്ധിപ്പിക്കും.